ഹായ് എവരിവൺ, മാനേജറിയൽ എക്കണോമിക്സിൽ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് എന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ്. വാട്ട് ഈസ് എക്സ്ചേഞ്ച് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്, എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ഇൻ പ്രാക്ടീസ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എക്സ്പോർട്ടിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള അസിസ്റ്റൻസും എല്ലാമാണ് ഇന്ത്യ ഗവൺമെൻറ് എക്സ്പോർട്ട് കമ്പനികൾക്ക് നൽകുന്നത് എന്നീ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്. നമുക്കറിയാം, എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അതർ. It is the price paid in the home currency of unit of foreign currency. എക്സ്ചേഞ്ച് റേറ്റ് എന്നത് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു കറൻസിയുടെ പ്രൈസ് മറ്റൊരു കറൻസിയുമായിട്ട് താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെയാണ് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡോളറിന് എത്ര രൂപ കൊടുത്താൽ, എത്ര റുപ്പി കൊടുത്താലും നമ്മൾക്ക് കിട്ടും, അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസത്തെ അല്ലെങ്കിൽ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയെ ഓസ്ട്രേലിയൻ US ഡോളറുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ റേറ്റിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ഇൻ ദ ഹോം കറൻസി ഫോർ എ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. ഒരു ഹോം കറൻസി എത്രയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസിക്ക് വേണ്ടി നൽകേണ്ടത്, അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് വൺ നാഷണൽ കറൻസി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ നാഷണൽ കറൻസി. ഒരു നാഷണൽ കറൻസി മറ്റൊരു നാഷണൽ കറൻസിയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര പ്രൈസ് വേണം എന്നുള്ളത്, അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്, ഏതൊക്കെ തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. An exchange rate system is the way an authority determines and manages its currency in relation to other currencies. Exchange rate system എന്ന് പറയുന്നത് is the way of an authority determine. ഒരു അതോറിറ്റി ഡിറ്റർമിൻ ചെയ്യാണ് ഒരു കറൻസി, ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ റിലേഷൻ, അതിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇത്ര രൂപയ്ക്ക് കൈമാറ്റം ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ ആ റേറ്റ് നിശ്ചയിക്കുന്നത് ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലൂടെ ആണ് എന്നുള്ളതാണ്. ദർ ആർ ടു മേജർ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്. രണ്ട് തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആൻഡ് ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഏതൊക്കെയാണ്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവും ഫ്ലെക്സിബിൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിൽ എന്താണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം? അണ്ടർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ദ എക്സ്ചേഞ്ച് റേറ്റ് is determined by the monetary authority. It means the government will fix the exchange rate. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഒരു രാജ്യത്തിൻ്റെ കറൻസി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ, മോണിറ്ററി വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ മോണിറ്ററി അതോറിറ്റിയാണ്. ഓക്കെ, ആ ഒരു ഗവൺമെൻറ് ആയിരിക്കും അവിടെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ് എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഒരു മോണിറ്ററി അതോറിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലുണ്ടാവുക. ഇറ്റ് ഈസ് ദ റേറ്റ് ആൾ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ്. ആ ഗവൺമെൻറ് എടുക്കുന്ന ആ എക്സ്ചേഞ്ച് റേറ്റിലായിരിക്കണം എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. ദ ഗവൺമെൻറ് ഓർ സെൻട്രൽ മേ ഫിക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ് ബൈ ലെജിസ്ലേഷൻ ഓർ ഇൻ്റർവെൻഷൻ ഓഫ്
ഇൻ കറൻസി മാർക്കറ്റ്. കറൻസി മാർക്കറ്റിൽ ഗവൺമെൻറ് എടുക്കുന്ന നിയമത്തിനനുസൃതമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ നടത്തിയിട്ടായിരിക്കും ആ കറൻസി മാർക്കറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. സപ്പോസ് ദ ഗവൺമെൻറ് ഓഫ്, നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിറ്റർമിൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ് 65 per $. നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്, ഗവൺമെൻറ് ഡിറ്റർമിൻ ചെയ്യുന്നത് $1 65 ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അത് 66നോ 67നോ നമ്മൾക്ക് കൊടുക്കാനോ വാങ്ങാനോ പറ്റില്ല എന്നുള്ളതാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് rate system, flexible or floating exchange rate system. Under flexible exchange rate system, exchange rate is determined by the market forces of demand and supply of foreign exchange. ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ, ഫോറിൻ കറൻസീസിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈന് അനുസൃതമായിട്ടായിരിക്കും ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അനുസരിച്ച് അവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടായിരിക്കില്ല എന്നാണ്. ദ മോണിറ്ററി അതോറിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മോണിറ്ററി അതോറിറ്റി ആയിരിക്കും ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുക. പക്ഷേ ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ദ മോണിറ്ററി അതോറിറ്റി ഡസ് നോട്ട് ഇൻ്റർവെൻ for the purpose of influencing the exchange rate. എക്സ്ചേഞ്ച് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്ററി അതോറിറ്റി അഥവാ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും അവിടെ ഇടപെടില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇൻ പ്രാക്ടീസ്. ഫസ്റ്റ് വൺ, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. 4 തരത്തിലുള്ള പ്രാക്ടീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. സെക്കൻഡ് വൺ, അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം. തേർഡ് വൺ, ക്രോളിംഗ് പെഗ് സിസ്റ്റം. ഫോർത്ത് വൺ, ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം. അതിൽ ഒന്നാമത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. എന്താണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്? Managed floating exchange rate lies between of the two extremes of fixed and floating exchange rate system. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നത് നിൽക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെയും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൻ്റെയും സെൻട്രലായിട്ട് വരും. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിശ്രിത രൂപമാണ് എന്തെന്ന് പറയുന്നത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അണ്ടർ സച്ച് എ സിസ്റ്റം the exchange rate is allowed by move freely and determined by the forces of market. ഇവിടെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ എക്സ്ചേഞ്ച് റേറ്റിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അവിടെ മാർക്കറ്റ് ഫോഴ്സിനനുസരിച്ച് ഡിറ്റർമിനേഷൻ വരികയും ചെയ്യും. അതായത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഉയർന്നു വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കോ അതാത് രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റിയോ അവിടെ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാം എന്നുള്ളതാണ് മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഓക്കെ, അവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇടപെടുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം. അണ്ടർ ദിസ് സിസ്റ്റം എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ പെഗ്ഡ് ഓർ ഫിക്സ്ഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റത്തിൽ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു പീരീഡ് ഓഫ് ടൈമിന്, ഒരു ക്വാർട്ടർ പീരീഡ് ആയിരിക്കാം, ഒരു 3 month ആയിരിക്കാം, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിരിക്കാം. അവിടെ പീരീഡ് ഓഫ് ടൈമിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതിനെയാണ് അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദിസ് സിസ്റ്റം എ കൺട്രി ഈസ് ടൈഡ് ടു മെയിൻറ്റെയിൻ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് അണ്ടിൽ all its foreign exchange reserves are exhausted.
if a fundamental disequilibrium in BOP still persists. ഇതിനെയാണ് adjustable peg system എന്ന് പറയുന്നത്. Next is crawling peg system. In this system, a country keeps on adjusting its exchange rate to new demand and supply conditions. പുതിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അനുസരിച്ച് ഒരു കൺട്രി അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ദിനം പ്രതി നടത്തുന്നതിനെയാണ് ക്രോളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് വെക്കാതെ ഡിമാൻഡിനും സപ്ലൈക്കും കണ്ടീഷന് അനുസൃതമായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ക്രോളിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം. Under the system of joint float, a group of countries have an adjustable peg system between their own currencies, but they have a joint float against other currencies. Joint float സിസ്റ്റത്തിൽ ഒരുപാട് രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ആ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം. അവർ മറ്റൊരു കറൻസിയുമായിട്ടുള്ള താരതമ്യത്തിന് എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം. അപ്പോൾ യൂറോപ്യൻ യൂണിയന് യൂറോപ്യൻ മോണിറ്ററി സിസ്റ്റത്തിലൂടെ എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസം അഡ്ജസ്റ്റബിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മൾക്ക് പഠിക്കാനുള്ളത് എക്സ്ചേഞ്ച് റേറ്റ് പോളിസി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ് നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോളിസീസ്. ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പീസ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിഫൈനിങ് ദ കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കോമ്പറ്റേറ്റീവ് വർദ്ധിപ്പിക്കുന്നതും അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ കോമ്പറ്റേറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി എന്ന് പറയുന്നത് നമ്മളെ രൂപയുടെ എക്സ്ചേഞ്ച് റേറ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ കറൻസി systems regimes used by India in the last 72 years were as differently varied. നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിസ്റ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് പോളിസികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് പാർ വാല്യൂ സിസ്റ്റം, ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം. 1947 to 1971 വരെ ഉണ്ടായിരുന്ന പാർ വാല്യൂ സിസ്റ്റം. After independence, India followed par value system. Under this system regime, the rupee external par value was fixed with gold and UK pound sterling. പാർ വാല്യൂ സിസ്റ്റം ആയിരുന്നു ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പാർ വാല്യൂ സിസ്റ്റം ആയിരുന്നു 1947 മുതൽ 1971 വരെ. അണ്ടർ ദിസ് സിസ്റ്റം നമ്മൾ എക്സ്റ്റേണൽ റേറ്റ് അല്ലെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിരുന്നത് ഒരു പാർ വാല്യൂ ഫിക്സ്ഡ് ആയിരുന്നു. ഗോൾഡിൻ്റെയും UK പൗണ്ടിൻ്റെയും അനുസരിച്ചായിരുന്നു ഇന്ത്യ എന്ത് ചെയ്തിരുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ എക്സ്ചേഞ്ച് റേറ്റ് പെഗ്ഡ് ടു ദ പൗണ്ട് സ്റ്റെർലിംഗ് അറ്റ് ₹13.33 പെർ പൗണ്ട്. ഒരു പൗണ്ടിന് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ₹13.33 ആയിരുന്നു. ഓക്കെ, ഇൻ സെപ്റ്റംബർ 1949 continued to remain at this level till June 1966. ജൂൺ 1966 വരെ ഈ ഒരു കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു ഫിക്സഡ് റേറ്റ് സിസ്റ്റത്തിലൂടെ നമ്മൾ പോയി എന്നുള്ളതാണ്. പെഗ്ഡ് റെജിം. നെക്സ്റ്റ് പെഗ്ഡ് റെജിം, പെഗ്ഡ് സിസ്റ്റം. 1971 മുതൽ 1991 വരെ ഇന്ത്യ ഗവൺമെൻറ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പെഗ്ഡ് റെജിം എന്നുള്ളതാണ്. ഇന്ത്യ പെഗ്ഡ് ഇറ്റ്സ് കറൻസി ടു ദി US dollar 1971 to 1991 and to pound for 4 years 1971 to 75. Following the breakdown of Bretton Woods system, the value of pound collapsed.
നമ്മൾ ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം ഫോളോയിൽ നിന്ന് മാറി പെഗ്ഡ് റെജിമിലേക്ക് മാറിയപ്പോൾ ഇന്ത്യൻ കറൻസി US ഡോളറുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് പൗണ്ട് എന്ത് ചെയ്തു, കുറഞ്ഞു വന്നു. ഇന്ത്യ വിറ്റ്നസ്ഡ് മിസ്അലൈൻമെൻറ്റ് ഓഫ് ദ റുപ്പി. To overcome the pressure of devaluation, India pegged its currency as basket currencies in 14 currencies. During this period, the exchange rate was officially determined the RBI within nominal band of plus or negative 5% of the weighted average of basket currencies. Basket നമ്മൾ ഈ പെഗ്ഡ് റെജിം സിസ്റ്റത്തിൽ ഇന്ത്യ ഗവൺമെൻറ് RBI ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഇന്ത്യയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒഫീഷ്യലി ഡിറ്റർമിൻ ചെയ്തിരുന്നത്. നെക്സ്റ്റ് ഇസ് മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. The need for adjusting exchange rate became essential due to the external payment of crisis of 1991. The government was forced to take loans from IMF to the extent $1.8 billion in January in 1991. 1991 എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ പേയ്മെൻറ്റ് ക്രൈസിസിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ മാറ്റം വരുത്തി. അതാണ് മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നെക്സ്റ്റ് ഇസ് ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. 1992 ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഓക്കെ, involved the partial convertibility of rupee. Under this system, India followed a dual exchange rate policy. ഈ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ഇന്ത്യ ഗവൺമെൻറ് ഫോളോ ചെയ്തത് ഒരു ഡ്യുവൽ എക്സ്ചേഞ്ച് റേറ്റ് പോളിസി ആയിരുന്നു. where 40% of the exchange rate were to converted at the official exchange rate. 40% ഒഫീഷ്യൽ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് നിന്ന് കൺവേർട്ട് ചെയ്യുകയും റിമൈനിങ് 60% were to be converted മാർക്കറ്റ് ബേസ്ഡ്. ബാക്കിയുള്ള 60% കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ബേസ്ഡ് ആയിരുന്നു, സപ്ലൈയുടെയും ഡിമാൻഡിനെയും അനുസരിച്ചും. 40% ഒഫീഷ്യലായിട്ട് RBI ഫിക്സ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലായിരുന്നു ഇന്ത്യ ഈ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം 1992 നമ്മൾ എന്ത് ചെയ്തിരുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. 1993 മുതൽ ടിൽ പ്രസൻറ്റ് ഇതുവരെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ്. അതായത് സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെയും അനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ബേസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.